നമ്മുടെ വീട്ടിനുള്ളിൽ ആരോ കടന്നിട്ടുണ്ട്. ഞാനിപ്പോ തന്നെ അച്ഛനെ വിളിച്ച് അങ്ങോട്ട് വരാം. ശരി. നാടിനെ നടുക്കി നാടകീയ സംഭവം. ഹലോ, സുഗമോദേവിയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾ, പ്രേക്ഷകരെ നടുക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രഭാവതിയെ കുരുക്കാൻ വേണ്ടി വന്ന ഋഷി ഒടുവിൽ അവിടെ മരണപ്പെടുന്ന ദൃശ്യങ്ങൾ. അതെ കൂട്ടുകാരെ, നമ്മുടെ ഋഷിക്ക് ഓൾറെഡി ആ ഒരു ശ്വാസമുട്ടും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം അല്ലെ. അപ്പൊ ആരും കാണാതെയാണ് നമ്മുടെ ഋഷി പ്രഭാവതിയെ കുരുക്കാൻ വേണ്ടി ചന്ദ്രോത്ത് വീട്ടിൽ കയറുന്നത്. അപ്പൊ ഈ ഒരു തട്ടലും മുട്ടലൊക്കെ കേട്ടിട്ട് നമ്മുടെ രജനിയും ദേവിയെയും കൂടി സിദ്ധാർത്ഥനെ വിളിച്ചിട്ടും പ്രഭാവതിയെ വിളിച്ചിട്ടും പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ കയറി ഒളിച്ചിരിപ്പുണ്ട്, ആരാ മനസ്സിലാകുന്നില്ല, ഞങ്ങളൊന്നും കയറി നോക്കുന്നില്ല, അച്ഛനും അമ്മയും പോലീസിനെ വിളിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവര് പോലീസൊക്കെ ആയിട്ട് വരുന്നുണ്ട്, കൂടെ കുറെ പത്രക്കാരും വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ഋഷി ആണെങ്കിൽ അവിടെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ഒരു മുറിയുടെ മൂലയ്ക്ക് ഇങ്ങനെ ചലനമില്ലാതെ കിടക്കുന്നുണ്ട്. ഇനി ഋഷി മരണപ്പെട്ടോ എന്തോ, അങ്ങനെയാണെങ്കിൽ സംഭവം ആകപ്പാടെ പണി പാളും. പ്രഭാവതി മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഋഷിയെ അവിടെ കൊണ്ടുവന്ന് കൊന്നു എന്നുള്ള വാർത്തയെ നമ്മുടെ അരുന്ധതി പരത്തുകയുള്ളൂ. അരുന്ധതി അതിനുള്ള ശിക്ഷ നമ്മുടെ പ്രഭാവതിക്ക് കൊടുക്കുകയും ചെയ്യും. സ്വന്തം മകനാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പൊ ഇനി പകി ഇങ്ങനെ ഹാളി കത്തുന്ന നിമിഷങ്ങളായിരിക്കട്ടെ. അപ്പൊ നമ്മുടെ വാർത്തക്കാരും എല്ലാവരും നമ്മുടെ ഋഷി ആ മുറിയിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥനും പ്രഭാവതിയും ദേവിയും ഒക്കെ ഇങ്ങനെ എല്ലാവരും ഞെട്ടി നിൽക്കുവാട്ടെ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാതെ. അപ്പൊ വാർത്തക്കാരാണെങ്കിൽ പുതിയ വാർത്ത കൊടുത്തു കഴിഞ്ഞു, സിദ്ധാർത്ഥന്റെ വീട്ടിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്, ഇത് മനഃപൂർവ്വം ചെയ്തതാണോ, ഇതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് വാർത്തക്കാർ കുറെ വാർത്തകൾ ഇറക്കി വിടാൻ തുടങ്ങി. ഇനി ഇത് അരുന്ധതി അറിയുമ്പോഴായിരിക്കും മക്കളെ ജഗപോക അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.